ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ ഒരു ഫുൾ വിശേഷം നമുക്ക് കേട്ട് നോക്കിയാലോ. നമ്മുടെ ഭൂമി ആകെ സങ്കടത്തിലാണ്. കാരണം താൻ ജീവിതത്തിൽ ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ അച്ഛനും അമ്മയുമാണ്. തൻ്റെ അച്ഛന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതറിഞ്ഞ് ഭൂമിക്ക് സഹിക്കാനാവാത്തൊരു വിഷമമായിരുന്നു. ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഭൂമി ടീ ഷോപ്പിലോട്ട് പിറ്റേന്ന് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഏട്ടത്തി പറയുന്നുണ്ട്, ഭൂമി ആ ബോർഡ് അയാളെ എടുത്ത് മാറ്റിപ്പിച്ചു പോലീസുകാരെ കൊണ്ട്. അപ്പോൾ മോളിനി ബഹളത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഭൂമി ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് അജയ് CIയുടെ അടുത്തോട്ട് ചെല്ലും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഭൂമി ആകെ തളർന്നു പോയിക്കായിരുന്നു. ഭൂമി നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് SIയുടെ അടുത്ത് പറയണം, സാറേ എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, ഞാൻ ആ ബോർഡ് എടുത്ത് മാറ്റേണ്ടതായിരുന്നു, സാറിനെ അത്രയും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ മാപ്പ് പറഞ്ഞോളാം. എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ഞങ്ങളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അത് നിന്ന് പോയാൽ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ താന്നു കൊടുത്തോളാം, എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലേ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ SIക്ക് ഭയങ്കര ഇതാവാണ്. കാരണം അയാൾ പറഞ്ഞു, ഭൂമിജ എന്ന് പറയുന്ന കുട്ടി കോളേജിലാണെങ്കിലും അവൾ പഠിച്ച് റാങ്ക് മേടിച്ച് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ കഴിയേണ്ടി വന്ന അവളുടെ ഗതികേട് കൊണ്ടാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം. ഭൂമി പറയുന്നുണ്ട്, ഇത്രയും പഠിച്ചു നല്ല രീതിയിൽ എത്തിയെങ്കിലും എനിക്ക് ഒന്നും ആവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ ജീവിതകാലം മുഴുവനും എനിക്ക് അവരെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പേരിൽ എൻ്റെ ഷോപ്പിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കണം, അതുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ SI പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതെ നീ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മാറ്റി എഴുതിയിട്ടുണ്ടല്ലോ, എന്നിട്ടും അത് മാറ്റിയെങ്കിൽ നിനക്ക് കേസിന് പോകാൻ ഭൂമി. കാരണം നീ ആ പഴയ ഭൂമി ആയാൽ മതി, ഈ ഭൂമിയുടെ വേഷം നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞ് SI പറയണം. നീ അയാളുടെ അടുത്ത് മാപ്പൊന്നും പറയണ്ട, ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിനെ പറഞ്ഞു വിട്ടിട്ട് SI നേരെ CIയുടെ അടുത്ത് ചെല്ലുകയാണ്. അജയ് ആണെങ്കിൽ ഭയങ്കര ഇത്തിരി ദേഷ്യക്കാരനാണ്. അതുകൊണ്ടാണല്ലോ ഒരു 10-28 ട്രാൻസ്ഫർ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അജയുടെ അടുത്തോട്ട് SI ചെന്നിട്ട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, സാർ ദേഷ്യപ്പെടല്ലെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറയുന്നത്. കാരണം ഇയാളുടെ സ്വഭാവം അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ SI പറയുന്നുണ്ട്, സാറേ ഈ നമ്മുടെ ടീ ഷോപ്പ് നടത്തുന്ന ആ ഭൂമിജ, അവളെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നത്, നമ്മളെ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാണ് അവൾ. മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തും പല പരാതികളും ഒരു പൈസ പോലും വാങ്ങാണ്ട് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തും ഒക്കെ പോകുന്നൊരു കുട്ടിയാണ്. നന്നായിട്ട് പഠിച്ച് റാങ്ക് വരെ കോളേജിലെ ഏറ്റവും ടോപ്പായിരുന്നു ആ കുട്ടി. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവൾ ഇങ്ങനെ ആയിപ്പോയതാണ്. സാറ് അവളോട് ക്ഷമിക്കണം, അവൾ മാപ്പ് പറയാനും തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അജയ് അങ്ങോട്ട് തെറിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്. അവൾ ആരാടോ, താൻ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഒരു ദാക്ഷിണ്യമില്ല, ഞാൻ വന്നപ്പോൾ തൊട്ട് അവളെ നോട്ട് ചെയ്ത് വെച്ചേക്കണേണെന്നും പറഞ്ഞിട്ടോ അജയ് അങ്ങ് ഫയർ ചെയ്യണം. സാർ ആ കുട്ടി ക്ഷമ പറയാമെന്ന് പറഞ്ഞു, സാർ ഒരു പ്രാവശ്യത്തേക്ക് മാപ്പാക്കണം, അവൾ ബോർഡ് മാറ്റിയിട്ടുണ്ടല്ലോ എന്തായാലും, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൻ്റെ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് കേട്ടോ. SIക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അയാൾ വെളിയിലിറങ്ങി വന്നിട്ട് ഭൂമിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭൂമി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടപടിയാവണം മട്ടൊന്നുമില്ല, കാരണം വെച്ചാൽ പുള്ളി നന്നാവാൻ പോണില്ല. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, ഓക്കെ ഞാൻ എന്നാൽ ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കി കാര്യം നോക്കിക്കോളാം എന്ന രീതിയിൽ ഭൂമിയും പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജില്ലാ ഒരു സെക്രട്ടറി കഴിഞ്ഞ അമ്പലത്തിൽ ഒരു 4 പേരെ ഇങ്ങനെ സ്വർണ്ണാഭരണ കേസിൽ പിടിച്ചു. അയാൾ വന്ന് സെല്ലൊക്കെ തുറന്ന് അവരെ കൊണ്ടുപോകാനൊക്കെ നോക്കിയപ്പോൾ നല്ല രീതിക്ക് അജയ് പെരുമാറി വിട്ടായിരുന്നല്ലോ. അയാൾ അങ്ങനെ പോലീസുകാർ അയാൾ തൊട്ടതിൻ്റെ പേരിൽ അവരുടെ പാർട്ടിക്കാരും സംഘടനകളും ചേർന്ന് പോലീസ് സ്റ്റേഷന് നേരെ ഒരു സമരമായിട്ട് വന്നൊക്കെയാണ്. CI നേതാവേ ഞങ്ങളുടെ നേതാവിനെ തൊട്ട് കളിച്ചാലെന്നൊക്കെ പറഞ്ഞ് അവർ കൊടിയും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഓരോ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ് CIക്കെതിരെയായിട്ട്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഭൂമിജയെ നോക്കി നിൽക്കുകയാണ്. നന്നായി, ഇയാൾക്കിട്ടൊക്കെ ഒരു പണി കിട്ടട്ടെ CIക്കിട്ട് എന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ചിന്തിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഒരു ഇതാണല്ലോ ദേഷ്യവും മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ഇതൊന്നും അജയ്ക്കില്ല.
അപ്പം ആ ഒരു ഇത് കണ്ടപ്പോൾ സി എ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷന് നേരെ കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ ഒരു സമരമുദ്രാവാക്യങ്ങളൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് സി ഐ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഭൂമി എന്ത് ചെയ്യും, പതുക്കെ ആ സമര ഇതിലോട്ട് അങ്ങ് ഫ്രണ്ടിൽ കയറി ചെല്ലും. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന മെയിൻ നേതാവിക്കല്ല നിങ്ങൾ, അപ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറിയുടെ ഇന്ന ആളല്ലേ, ഞാൻ കേന്ദ്രം അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ അനുകൂലിക്കാൻ വേണ്ടി വന്നേക്കണെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്പർ ഇട്ട് നമ്മുടെ ഭൂമി അവിടെ കയറിയിട്ട് ഭൂമി ഒപ്പത്തിനൊപ്പം മുദ്രാവാക്യം വിളിക്കുകയാണ്. മൂരാച്ചി സി ഐ മൂരാച്ചി നിങ്ങളുടെ ഇത് അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുദ്രാവാക്യം നമ്മുടെ ഭൂമിയും വിളിക്കുകയാണ്. അപ്പോൾ സി ഐ നോക്കുകയാണ് എവിടെ എന്താ ഈ കാണിക്കണേ എന്നുള്ള രീതിയിൽ അവരൊക്കെ നോക്കുകയാണ്. ഭൂമിയുടെ മറ്റേ കടയിലെ ലക്ഷ്മി ഏട്ടത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ടെൻഷനായിരുന്നു, ഇനിയിപ്പോൾ സി ഐ എങ്ങാനും എല്ലാവരെയും കൂടെ വഴക്ക് പറയുകയോ ജയിലിലടയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഭൂമി കിട്ടിയ അവസരം നല്ല രീതിക്ക് അങ്ങ് മുതലാക്കിയാണ്. മുദ്രാവാക്യം വിളിച്ച് ആ സമരം അങ്ങോട്ട് ഉഷാറാക്കി കൊടുക്കുകയാണ്. അവസാനം അതിൽ നിന്ന് മറ്റേ ഒരു പോലീസുകാരൻ വന്നിട്ട്, കാരണം അജയ്ക്ക് മനസ്സിലായി, കാരണം ഇത് വലിയ രീതിക്ക് പോവുകയാണെങ്കിൽ ലാത്തി ചാർജ് വേണ്ടി വരും, അവിടെ അവരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കാൻ പറയുകയാണ്. എന്നിട്ട് ഭൂമി അതിൻ്റെ ഇടയിൽ ഒരു കളിയും കൂടെ കളിക്കും. നമ്മുടെ പാർട്ടിത്വത്തിൽ അങ്ങുള്ള ഒരു പെൺകുട്ടി നടത്തുന്ന കടയാണ് ഈ ടീ ഷോപ്പ്. ഈ ടീ ഷോപ്പിലെ ബോർഡ് എടുത്ത് മാറ്റിയത് ഈ സി ഐ മൂരാച്ചി സി ഐ സാറാണെന്ന് പറഞ്ഞു. ആ ബോർഡ് തിരിച്ച് വെപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമരക്കാർ തന്നെ ആ ബോർഡ് തിരിച്ച് അവിടെ അജയുടെ മുമ്പ്, അജയ് അപ്പുറത്ത് നിൽക്കുന്നു, അജയുടെ മുമ്പ് വെച്ച് തന്നെ അത് വെക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അതിൽ ഇനി തൊട്ട് കളിക്കുകയാണെങ്കിൽ അജയ് വിവരം അറിയും എന്നുള്ള രീതിയിൽ തന്നെ ഈ സമരക്കാർ ഇടഞ്ഞ് ഈ ഭൂമി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അവസാനം സമരം ഒത്തുതീർപ്പിലോട്ട് എത്തിക്കുകയാണ്. അങ്ങനെ എത്തിപ്പിക്കുമ്പോഴത്തേക്ക് കാര്യം ഭൂമി പറയും, അതെ പോലീസ് വന്ന് പറഞ്ഞിട്ടുണ്ട് സി ഐ നമ്മുടെ അയാളെ ജില്ലാ സെക്രട്ടറിയെ തല്ലിയതിൻ്റെ പേരിൽ മാപ്പ് പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ ബോർഡും ടീ ഷോപ്പിലെ കേസും എല്ലാം ആയല്ലോ. അപ്പം ഒരുവിധം ഭൂമി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നും കിട്ടി. ചുളുവിന് പരിപാടികളൊക്കെ വലിയ അടിയും ബഹളമൊന്നും ഇല്ലാണ്ട് എല്ലാം സെറ്റ് ആവുകയും ചെയ്തു. അജയ് അവരുടെയൊക്കെ മുമ്പിൽ ഒന്ന് ഷെയിമായി എന്നുള്ളത് ശരി തന്നെയാണ് കേട്ടോ, പുള്ളി ഒന്ന് താന്നു. അങ്ങനെ ഒടുവിൽ നമ്മുടെ ആ സമര നേതാവ് സമരം പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സി ഐ മാപ്പ് പറയാന്നുള്ളതിൻ്റെ പേരിൽ അത് പിൻവലിച്ചു. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഈ ഇതിൽ അംഗത്വമുള്ള പെൺകുട്ടിയുടെ ഈ ടീ ഷോപ്പ് നമുക്കെല്ലാവർക്കും കൂടെ ഇന്ന് നല്ല രീതിയിലൊന്ന് ഉഷാറാക്കിയും കൂടെ കൊടുക്കണം, നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് പറയും. അപ്പോൾ ഭൂമി ചോദിക്കല്ല പൈസയൊക്കെ ഉണ്ടോ നേതാവ്, എങ്കിൽ മാത്രമേ ഞാൻ കയറണുള്ളൂ കേട്ടൊന്ന് ഭൂമി പറയും. ഭൂമിയുടെ ഷോപ്പാണെന്ന് അവർക്കറിയില്ല, ഇതിലുള്ള അംഗത്വമുള്ള ഏതോ ഒരു പാർട്ടി പ്രവർത്തകയുടെ ഷോപ്പാണെന്നേ അറിയാവുള്ളൂ. അങ്ങനെ അവരെല്ലാവരും പൈസയൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് കയറുന്നെന്ന് പറഞ്ഞ് ആ നേതാവ് ബാക്കി 10-25 പേരുണ്ടായിരുന്നു, എല്ലാവരും ചായയും ചെറുപടിയൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഭൂമി നിന്നങ്ങോട്ട് സി ഐനെ ഒന്ന് നോക്കി ദയിപ്പിച്ചു കേട്ടോ. സി ഐ നിന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ അജയ് ഒന്ന് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സത്യയാണ്. സത്യയുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു പെഗ്ഗെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സൗഭാഗ്യ അമ്മയും ലക്ഷ്മിയും കൂടെ സത്യയെ കാണാനായിട്ട് വരികയാണ്. കാരണം അജയുടെ കല്യാണ കാര്യത്തിലൊരു തീരുമാനം സത്യയെ കൊണ്ടുവേണം എടുപ്പിക്കാൻ, കാരണം അജയ് സംസാരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് സത്യയാണ് അതിന് ഏറ്റവും നല്ലത്, അജയുടെ കൂടെ സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പം അമ്മ വന്നത് കണ്ട് മേളിൽ നിൽക്കുകയായിരുന്നു. ആ സമയം സത്യ ഇറങ്ങി വന്നു. അപ്പോൾ അമ്മ എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? ഞാൻ ഒറ്റയ്ക്കല്ലടാ, സംഗീതയുണ്ട്, അവൾ ബാങ്കിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സൗഭാഗ്യമ്മ പറയും, നീ എന്തിനാ മോനെ ഇവിടെ കിടക്കുന്നത്, നിനക്ക് സൗഭാഗ്യപുരത്ത് വന്ന് താമസിച്ചൂടെ? അപ്പോഴേക്കും നമ്മുടെ സത്യ പറയാം, അമ്മയ്ക്ക് അറിയാലോ എൻ്റെ ഭാര്യയും മകളെയും കാണാൻ ത്തിൻ്റെ സങ്കടത്തിൽ ഞാൻ മനസ്സുരുകി ജീവിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം ഇനിയിപ്പോൾ ഭവാനിയുടെ കുത്തുവാക്കുകളും കൂടെ എനിക്ക് താങ്ങാൻ പറ്റില്ല. അവൾ പറയുന്നത് സാഗറിനെ ഞാനാണ് കൊന്നത് എന്നുള്ള രീതിയിൽ, ഞാനാണ് കൊലയാളി എന്നുള്ള രീതിയിലാണ് അവൾ പറയുന്നത്. അപ്പോഴാണ് ആ പഴയ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് പണ്ട് ഈ സാഗറും നമ്മുടെ ഭവാനിയും കൂടെ സൗഭാഗ്യ ഫാർമസ്യൂട്ടിക്കൽ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അവരതിൽ മയക്കുമരുന്ന് ഡ്രഗ്സ് ചേർന്ന രീതിയിൽ മെഡിസിനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് കോടതി അവസാനം ആ ഫാർമസ്യൂട്ടിക്കൽ സീല് വെച്ച് പൂട്ടി. അപ്പോൾ ഇവരുടെ പേരിലാണ്, ആരുടെ, സാഗറിൻ്റെയും സൗഭാഗ്യയുടെയും, നമ്മുടെ സത്യദാസിൻ്റെ അനിയനാണ് സാഗർ. അപ്പോൾ അവരുടെ പേരിലാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ. അപ്പോൾ അവരുടെ പേരിൽ കേസ് വരികയും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളൊക്കെ വന്നു. അന്ന് സത്യദാസ് കണ്ണൂർ SP ആയിട്ടിരുന്ന സമയത്ത് അപ്പം കോടതി കേസ് അന്വേഷിക്കാനായിട്ട് സർക്കാർ സത്യദാസിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഇവർ പെട്ടെന്ന് അറസ്റ്റ് വാറണ്ട് വന്നതുകൊണ്ട് ഈ സാഗറും ഭവാനിയും കൂടെ നേരെ സത്യദാസ് താമസിക്കുന്ന
ക്വാർട്ടേഴ്സിൽ ഓടി വരെയാണ്. അപ്പോഴേക്കും സത്യ പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇതെന്താ സംഭവം? അപ്പോൾ പറഞ്ഞു, അത് വേറെ ഏതോ ഫാർമസ്യൂട്ടിക്കൽ ചേട്ടാ നമ്മളെ ഇത് പൂട്ടിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയാം. അപ്പം സത്യ ചോദിക്കും, അങ്ങനെയല്ലല്ലോ പോലീസ് പറഞ്ഞേക്കുന്നത്, കാരണം നിങ്ങൾ ഇതിലിടപെട്ട് നിങ്ങൾ മയക്കുമരുന്നും ഡ്രഗ്സ് പോലെയുള്ള സംഭവങ്ങൾ ഇതിൽ ചേർത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നു എന്നുള്ളതാണല്ലോ പറയണത്, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സാഗർ പറയും, ചേട്ടാ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോഴേക്കും സത്യ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കും, നീ നമ്മുടെ അമ്മയെ പോലും നീ ഓർത്തില്ലല്ലോ സാഗറെ, ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, കേസ് ഞാൻ ഏറ്റെടുക്കണേ, എന്തായാലും നിങ്ങളിപ്പോൾ ഒളിവിലാണ്, ഞങ്ങൾ ഒളിവിലാണെന്ന് സാഗറും ഭവാനിയും പറയുകയാണ്. ആ സമയത്ത് സത്യം പറയും, എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി ഒളിച്ച് മാറി താമസിക്കുക, എനിക്കിത് ഡയറക്റ്റ് ഇതിൽ ചെയ്യാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ സത്യ പോകാനായിട്ട് നിൽക്കുമ്പോൾ അവർ കാല് പിടിക്കും, സാഗറും ഭവാനിയും കൂടെ, കാരണം ചേട്ടാ രക്ഷിക്കണം ഞങ്ങളെ, അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറയും. പക്ഷേ സത്യ അത് കേൾക്കാനായിട്ട് നിന്നില്ല, കാരണം വെച്ചാൽ അവർ ആ തെറ്റ് ചെയ്തതുകൊണ്ട് സത്യ അന്ന് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു ആളായിരുന്നു, കാരണം വെച്ചാൽ നീതിപരമായിട്ട് സത്യസന്ധമായിട്ടും കേസുകൾ അന്വേഷിക്കുന്ന ഒരാളായിരുന്നു. ആയതുകൊണ്ട് പുള്ളി വേറൊരു രീതിയിലോട്ട് പുള്ളി അങ്ങനെ സാഗറിനെ അനുകൂലിച്ച് നിൽക്കാൻ സാധിച്ചില്ല. അവസാനം സത്യ പോയിട്ട് സുപ്രീം കോടതിയിലെ ഒരു വക്കീലുമായിട്ടൊക്കെ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നോക്കാം, കാരണം ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ചേട്ടാന്ന് പറയാം. അപ്പം സത്യ സമാധാനിപ്പിക്കുന്നുണ്ട് സാഗറിനെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഇല്ലായിരുന്നു, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ആ സമയത്ത് അവരൊരു വീട്ടിൽ ഒളിച്ച് താമസിക്കുകയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സത്യ പിന്നെ സാഗറിനെ കാണാനായിട്ട് ആ ഒളിച്ച് താമസിക്കുന്ന വീട്ടിലോട്ട് രാത്രി ചെല്ലണത്. അവിടെ ചെല്ലുമ്പോൾ ഭവാനി ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് തിരിച്ചവിടെ നിന്ന് ഓടി ഇങ്ങനെ പറഞ്ഞ സമയത്താണ് സത്യ അകത്തോട്ട് കയറി ചെല്ലണത്. എന്നിട്ട് ഭവാനി അവിടെ തറയിൽ വീഴാണ്, കുറേ ചില്ല് ഗ്ലാസ്സുകളൊക്കെ പൊട്ടി തറയിലോട്ട് വീണ് കിടക്കുകയാണ്, നെറ്റിയൊക്കെ മുറിയാണ് ഭവാനിയുടെ. കാരണം ഭവാനി എന്തോ ഒരു പേടിക്കുന്ന ഒരു സീൻ കണ്ടിട്ട് അവിടെ നിന്ന് ഓടി വന്ന് വീണു പോയതാണ്. അപ്പം ഇത് കണ്ട് സത്യ അമ്പരന്ന് നിൽക്കണം, എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ളത്. അപ്പം ഭവാനി ചെന്നിട്ട് സത്യയുടെ കൈ പിടിച്ചിട്ട്, വാടോ തനിക്ക് തൻ്റെ അനുജനെ കാണണ്ടേടോ, തനിക്ക് സമാധാനം ആവട്ടെടോ എന്ന് പറഞ്ഞിട്ട് സത്യയുടെ കൈ പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? ഒരു റൂമിലോട്ട്. സത്യം പറഞ്ഞാൽ അവിടെ സാഗർ എന്തോ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്തോ ചെയ്തൊക്കെയാണ്. ആ ഒരു ഇത് കണ്ട് ഞെട്ടിയാണ് ഭവാനി ഓടി വന്ന് വീഴുന്നത്. അപ്പം സത്യയുടെ കൂടെ താൻ ആ കാഴ്ച കാണ് എന്ന രീതിയിൽ പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ആ ഒരു രീതിയിൽ വല്ലാത്തൊരു ഞെട്ടിക്കലോടുകൂടി ഉള്ള ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വൈൻഡപ്പ് ആവുന്നത്. അപ്പം സത്യക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴുതുമായിട്ട് വക്കീലുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് സത്യ അന്ന് അവിടെ വന്നത്. പക്ഷേ ഭവാനി അതോടുകൂടി സത്യയുടെ കൂടെയുള്ള ആ ഒരു ദേഷ്യം അങ്ങോട്ട് വർദ്ധിച്ചു. കാരണം സത്യ കാരണമാണ് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടത്, എൻ്റെ ഫാർമസ്യൂട്ടിക്കൽ നിന്നു പോയതെല്ലാം സത്യ എന്ന് പറയുന്ന ആൾ കാരണമാണ്, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ കാരണം തന്നെയാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ല, ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, നാളെ വരാനിരിക്കുന്ന സീനും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇവർ വിവാഹിതരാകുന്നു എന്ന വീഡിയോസ് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പടിക്കാണ്ട് കാണുക കേട്ടോ. ഇതിപ്പം ഒരു 1 വീക്കായിട്ടേ ഉള്ളൂ നമ്മൾ ഈ സീരിയലൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഇന്നൊരു ദിവസത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ടൈമിൽ വരികയാണെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, താങ്ക് യു.